അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, 2026 ജനുവരി 30 അമേരിക്കൻ നീതിന്യായ വകുപ്പ് പ്രസിദ്ധീകരിച്ച 35 ലക്ഷം പേജുകളും 2000 വീഡിയോസുകളും 1,80,000 ഫോട്ടോസുകളും ഉൾപ്പെടുന്ന വിവാദ ജെഫ്രി എപ്സ്റ്റീൻ ഫയൽ വാർത്താ മാധ്യമങ്ങളിലും സാമൂഹിക മാധ്യമങ്ങളിലും വിവാദമായ ചർച്ചകൾക്ക് വഴിതെളിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എനിക്കും ചില കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാനുണ്ട്. ആദ്യമായി, എന്താണ് ജെഫ്രി എപ്സ്റ്റീൻ്റെ പേരിലുള്ള കുറ്റകൃത്യമെന്നും ആരാണ് ജെഫ്രി എപ്സ്റ്റീൻ എന്നും ഒന്ന് കേട്ടിട്ട് വരാം. വളർന്ന് ഒടുവിൽ ലൈംഗിക കുറ്റവാളിയായി മൺമറഞ്ഞ വിവാദ വ്യവസായിയാണ് ജെഫ്രി എപ്സ്റ്റീൻ. കോടീശ്വരന്മാർക്കായി വിരുന്നുകളും നിശാ പാർട്ടികളും സംഘടിപ്പിച്ചിരുന്ന എപ്സ്റ്റീൻ പിന്നീട് സെലിബ്രിറ്റികളുടെയും ഉന്നത രാഷ്ട്രീയക്കാരുടെയും ബിസിനസ്സുകാരുടെയും ലൈംഗിക ആവശ്യങ്ങൾക്കായി പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ കടത്തിയെന്ന കുറ്റത്തിനാണ് അഴിക്കുള്ളിലായത്. 2008 പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗിക തൊഴിലിന് പ്രേരിപ്പിച്ചു എന്ന് കുറ്റസമ്മതം നടത്തിയതോടെയാണ് എപ്സ്റ്റീൻ ആദ്യമായി അറസ്റ്റിലാവുന്നത്. വെറും 13 ദിവസത്തിനപ്പുറം അയാൾ പുറത്തിറങ്ങി. ഒരു പതിറ്റാണ്ടിനിപ്പുറം 2019 ജൂലൈയിൽ പ്രായപൂർത്തിയാകാത്തവരെ ലൈംഗിക ആവശ്യങ്ങൾക്കായി കടത്തിയെന്ന കുറ്റത്തിന് വീണ്ടും അകത്ത്. തൊട്ടടുത്ത മാസം ജയിലറയിൽ എപ്സ്റ്റീൻ മരിച്ചു വീണു. അധികൃതരുടെ റിപ്പോർട്ട് പ്രകാരം എപ്സ്റ്റീൻ ആത്മഹത്യ ചെയ്തിരിക്കാമെന്നാണ് വ്യക്തമാക്കുന്നത്. എങ്കിലും ഇത് സംബന്ധിച്ച ദുരൂഹതകൾ ഇപ്പോഴും ബാക്കി. ജെഫ്രിയുടെ മരണത്തിന് ശേഷം ഇയാളുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളിൽ പങ്കാളികളായവർക്കെതിരായ നിയമ നടപടികൾ നിർത്തിവെക്കുകയായിരുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, പോപ്പ് രാജാവ് മൈക്കിൾ ജാക്സൺ, നടൻ അലക് ബാൾവിൻ, ചലച്ചിത്ര നിർമ്മാതാവ് ഹാർവി വെയിൻസ്റ്റൈൻ, ആൻഡ്രൂ രാജകുമാരൻ എന്നിങ്ങനെ ജെഫ്രി എപ്സ്റ്റീന്റെ കോൺടാക്ട് ലിസ്റ്റിൽ ആകെ എണ്ണമറ്റ സെലിബ്രിറ്റികൾ. ലൈംഗിക അടിമകളെന്ന് തോന്നിപ്പിക്കും വിധം പല പെൺകുട്ടികളെയും ചൂഷണം ചെയ്യുന്നതിന്റെ ചിത്രങ്ങൾ. ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് എന്തെന്ന് കൂടി കേട്ടിട്ട് വരാം. ഇരയാക്കപ്പെട്ടു എന്ന് അവകാശപ്പെടുന്ന ഒരു പെൺകുട്ടി FBI-യോട് പറഞ്ഞത് അവിടെ ആഭിചാര ബലികൾ നടന്നതിന് താൻ സാക്ഷിയായി എന്നുള്ളതാണ്. ജീവനോടെയും അല്ലാതെയും കൊല്ലപ്പെട്ടതായ കുട്ടികളുടെ ശരീരഭാഗങ്ങൾ വെട്ടിമുറിക്കുകയും ഉടലുകൾ പുറത്തെടുക്കുകയും അതിനകത്തുള്ള മലം അവിടെയുള്ളവർ ഭക്ഷിച്ചു എന്നുമാണ് അവർ പറഞ്ഞത്. കന്യകത്വം മാറാത്ത പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുമായി ലൈംഗിക ബന്ധത്തിലും വ്യഭിചാരത്തിലും ഏർപ്പെടുകയും അതിലൂടെ ജനിക്കുന്ന ജാരസന്താനങ്ങളെ ഭ്രൂണമായി തന്നെ പുറത്തേക്കെടുക്കുകയും അതിനെ മൃഗീയമായി കൊല്ലുകയും എന്നിട്ട് ആ ഭ്രൂണത്തെ ഭുജിക്കുകയും ആ ഭ്രൂണത്തിൻ്റെ വയറ് കീറി ആ ഭ്രൂണത്തിൻ്റെ വയറ്റിനുള്ളിലെ മലം ഭുജിക്കുകയുമൊക്കെ ചെയ്യുന്ന, കേട്ടാൽ അറപ്പും വെറുപ്പും തോന്നുന്ന പ്രവർത്തനങ്ങളിലൂടെയാണ് സാത്താനിസം, ഡാർക്ക് മാജിക് ലോകത്ത് ഇന്ന് നമുക്ക് പരിചയപ്പെടുത്തിയത്. നമുക്കറിയാം, ശൈത്താൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് നജിസുകളും വൃത്തിഹീനമായ വസ്തുക്കളും മോശമായ പ്രവർത്തനങ്ങളും അധാർമികതയും അസാർമികതയുമാണ്. ഒരു മനുഷ്യന് തെറ്റിൻ്റെ എത്രത്തോളം അങ്ങേയറ്റത്തേക്ക് ഒരു മനുഷ്യനെ കൊണ്ടുപോകാൻ കഴിയുമോ ആ അറ്റം വരെ മനുഷ്യനെ കൊണ്ടുപോവുകയും അവനെ തെറ്റിൽ പെടുത്തി അവൻ ആ തെറ്റിൽ നിന്ന് ഊരി മാറാൻ കഴിയാത്ത വിധം തെറ്റിൽ അവനെ കുടുക്കിയതിന് ശേഷം അവനെ ശൈത്താൻ കൈയൊഴിയുകയാണ് ചെയ്യുന്നത്. വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്താൻ ومن يتبع خطوات الشيطان فإنه يأمر بالفحشاء والمنكر ولولا فضل الله عليكم ورحمته ما زكى منكم من أحد أبدا ولكن الله يزكي من يشاء والله سميع عليم. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ
ശൈത്താൻ്റെ സാത്താനിസത്തിൻ്റെ കാൽപാദങ്ങളെ നിങ്ങൾ പിൻപറ്റരുത്. ആരെങ്കിലും സാത്താനിസത്തിൻ്റെ കാൽപാദങ്ങളെ പിൻപറ്റുകയാണ് എങ്കിൽ ഫഇന്നഹു യഅ്മുറു ബിൽ ഫഹ്ശാഅ, ആ ശൈത്താൻ ഏറ്റവും മ്ലേച്ഛമായ കാര്യങ്ങളാണ് ആ മനുഷ്യനോട് കൽപ്പിക്കുക. വൽ മുൻകർ, പറയാൻ അറപ്പ് തോന്നുന്ന, കേട്ടാൽ അറപ്പ് തോന്നുന്ന വെറുക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്യുവാൻ ആ മനുഷ്യനോട് ആ ശൈത്താൻ കൽപ്പിക്കും. വലൗലാ ഫളുലുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു, ഇത് ഈ ശൈത്താനിസത്തിൻ്റെ വസ്വാസുകളിൽ നിന്ന്, ദുർബോധനങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുക എന്നത് ഒരു മനുഷ്യന് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ അനുഗ്രഹം കൊണ്ടല്ലാതെ കഴിയുകയില്ല. വലൗലാ ഫളുലുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു, അള്ളാഹുവിൻ്റെ അനുഗ്രഹവും കാരുണ്യവും നിങ്ങളുടെ മേലുണ്ടാകാതിരുന്നുവെങ്കിൽ മാ സക്കാ മിൻകും മിൻ അഹദിൻ, നിങ്ങളിൽ നിന്ന് ഒരാളും പരിശുദ്ധനാകുമായിരുന്നില്ല അബദൻ, ഒരിക്കലും. വലാകിൻ അല്ലാഹ യുസക്കി മൻ യശാ, എന്നാൽ അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ പരിശുദ്ധമായ ജീവിതം നൽകി, മാന്യമായ ജീവിതം നൽകി, ജീവിത വ്യവഹാരങ്ങൾ നൽകി അള്ളാഹു പരിശുദ്ധനാക്കും. അല്ലാഹു സമീഉൻ അലീം, അള്ളാഹു അറിയുന്നവനും കേൾക്കുന്നവനുമാണ്. ഇവിടെ ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചത് ശൈത്താനിനെ സേവിക്കുന്നതിനു വേണ്ടി, സാത്താനെ സേവിക്കുന്നതിനു വേണ്ടി പോകുന്നവരോട് ശൈത്താൻ വെക്കുന്ന ഡിമാൻഡ് ഏറ്റവും മോശമായ കാര്യങ്ങൾ ചെയ്യുവാനാണ്. ഏതാനും ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഉണർത്തിത്തരാം. സാധാരണയായി ശൈത്താൻ സേവകർ നടത്തുന്ന ഏറ്റവും മലീമസമായ, മ്ലേച്ഛമായ ചില കാര്യങ്ങൾ: കന്യകകളുമായി വ്യഭിചാരത്തിലേർപ്പെടുക, നഗ്നമായി നൃത്തം ചെയ്യുക, അതിലൂടെ ഉത്ഭവിക്കുന്ന ബൈ പ്രൊഡക്റ്റിനെ, വ്യഭിചാരത്തിലൂടെ ഉണ്ടാകുന്ന ബൈ പ്രൊഡക്റ്റിനെ, അതിനെ ശൈത്താന് നിവേദ്യമായി സമർപ്പിക്കുക. അതുപോലെ തന്നെ അതിലൂടെ ജനിക്കുന്ന കുഞ്ഞിനെ, അതിനെ ജീവനോടെ തന്നെ ശൈത്താനിൻ്റെ മുമ്പിൽ, സാത്താൻ്റെ മുമ്പിൽ സമർപ്പിച്ച് മനുഷ്യക്കുരുതി നടത്തി ആ മനുഷ്യ ജീവനെ, ആ മനുഷ്യ മാംസം ഭക്ഷിക്കുക തുടങ്ങിയ കേട്ടാൽ അറപ്പ് തോന്നുന്ന കാര്യങ്ങളാണ് ശൈത്താൻ ഈ മനുഷ്യരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അതിലൂടെ നിങ്ങൾക്ക് സാമ്പത്തിക ലാഭം, ശാരീരികമായ സൗകര്യങ്ങൾ എല്ലാം ശൈത്താൻ ഈ മനുഷ്യരോട് വാഗ്ദാനം ചെയ്യും. അതിൽ പലരും വീഴ്ന്നു പോവുകയും ചെയ്യും. അള്ളാഹുവിൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സാത്താനിസത്തിൻ്റെ കരാള ഹസ്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മഹത്തായ ദുആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ ആതി അൻഫുസനാ തഖ്വാഹ വസഖിഹാ അന്ത ഖൈറു മൻ സക്കാഹാ അന്ത വലിയുഹാ വ മൗലാഹാ. ഇതാണ് സാത്താനിസത്തിൻ്റെ, ഡാർക്ക് മാജിക്കിൻ്റെ കരാളഹസ്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന ദുആ. അല്ലാഹുമ്മ, പടച്ചവനെ, ആതി അൻഫുസനാ തഖ്വാഹ, നമ്മുടെ ശരീരങ്ങൾക്ക് അതിൻ്റെ സൂക്ഷ്മതയെ നീ നൽകണമേ. വസക്കിഹ, നീ അതിനെ പരിശുദ്ധമാക്കണമേ. അന്ത ഖൈറു മൻ സക്കാഹ, നമ്മുടെ ശരീരങ്ങളെ പരിശുദ്ധമായി സംരക്ഷിക്കുന്നവൻ നീ മാത്രമാണ്. അന്ത വലിയുഹ വ മൗലാഹ, ഈ ശരീരങ്ങളുടെ സംരക്ഷകനും അവയുടെ രക്ഷകർത്താവും നീയാണ് എന്ന ഈ പ്രാർത്ഥന ശൈത്താനിൻ്റെ വസ്വാസുകളിൽ നിന്ന്, ദുർബോധനങ്ങളിൽ നിന്ന്, സാത്താനിസത്തിൽ നിന്ന്, ഡാർക്ക് മാജിക്കിൽ നിന്ന്, സിഹറിൽ നിന്ന് രക്ഷപ്പെടാൻ ദുആ ചെയ്യുവാനായി പ്രവാചകൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. സാത്താനിസത്തിൻ്റെ കരാളഹസ്തങ്ങൾ എല്ലാ മനുഷ്യരെയും തങ്ങളിലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിഗൂഢമായ പദ്ധതികൾ വളരെ രഹസ്യമായി ലോകത്ത് നടപ്പിലാക്കുന്ന ഒരു രഹസ്യ വിഭാഗത്തെയാണ് ഇല്ലുമിനാലിറ്റി എന്ന് നമ്മുടെ യുവാക്കൾ അല്ലെങ്കിൽ നമ്മളെ കുട്ടികൾ പരിചയപ്പെടുത്തുന്ന ആ ഒരു വിഭാഗം.
അവരാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്ന് ഈ കുഞ്ഞുങ്ങൾ വിശ്വസിക്കുകയാണ്. നമ്മുടെ വരും തലമുറ വിശ്വസിക്കുകയാണ്. ആഭിചാരക്രിയകളിലൂടെയും ബ്ലാക്ക് മെയിലിങ്ങിലൂടെയും ലോക നേതാക്കളെ ഒരു പരിധിവരെ ഇവർക്ക് തങ്ങളുടെ ചൊൽപ്പടിയിൽ കൊണ്ടുവരാൻ കഴിയുമെങ്കിലും അവർ അവസാനം പരാജയപ്പെടുകയാണ് ചെയ്യുക. എന്നാൽ എവിടെ നിന്നാണ് ഈ ബ്ലാക്ക് മാജിക്കും അല്ലെങ്കിൽ ഇത്തരം ഇല്ലുമിനാലിറ്റി പോലെയുള്ള സംഗതികൾ ലോകത്തേക്ക് പ്രചരിച്ചത് എവിടെ നിന്നാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ട് വിശുദ്ധമായ ഖുർആനിൻ്റെ ആയത്തിലേക്ക് തന്നെ നമുക്ക് വീണ്ടും വരാം. വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വത്തബഉ മാ തത്ലു ശയാത്തീനു അലാ മുൽക്കി സുലൈമാൻ വമാ കഫറ സുലൈമാൻ വലാകിന്ന ശയാത്തീന കഫറു യുഅല്ലിമൂന الناس السحر وما أنزل على الملكين ببابل هاروت وماروت وما يعلمان من أحد حتى يقولا إنما نحن فتنة فلا تكفر. എവിടെ നിന്നാണ് ഈ ഇല്ലുമിനാറ്റിയുടെ അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക്കിൻ്റെ കരാളഹസ്തങ്ങൾക്ക് കരുത്തു കിട്ടുന്നത്? മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിൽ ശൈത്താന്മാർ പഠിപ്പിച്ചു കൊടുത്ത, ശൈത്താൻ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ച സിഹറിൻ്റെ, മാസ്മരികതയുടെ, ബ്ലാക്ക് മാജിക്കിൻ്റെ ഗ്രന്ഥങ്ങളെ ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ശേഖരിക്കുകയും അതെല്ലാം തങ്ങളുടെ സിംഹാസനത്തിന് കീഴിൽ കുഴിച്ചിടുകയും ചെയ്തു. കാലാന്തരത്തിൽ ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം വഫാത്തായപ്പോൾ ശൈത്താൻ മനുഷ്യരൂപം പ്രാപിച്ച് ജൂത പണ്ഡിതന്മാരുടെ അടുക്കലേക്ക് പോയി അവർക്ക് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം എങ്ങനെയാണ് മനുഷ്യരെയും ജിന്നുകളെയും കീഴ്പ്പെടുത്തിയത്, അതിൻ്റെ യുക്തിയും അതിൻ്റെ രഹസ്യവും നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഭൂലോകത്ത് നിന്ന് തുടച്ചു മാറ്റാൻ ശ്രമിച്ച ഈ ബ്ലാക്ക് മാജിക്കിൻ്റെ ഗ്രന്ഥങ്ങളെ ശൈത്താൻ ഈ ജൂതന്മാരുടെ കൈകളിലേക്ക് കൊടുക്കുകയും അവിടെ നിന്നാണ് ഈ ജൂതായുസത്തിലൂടെയാണ് ബ്ലാക്ക് മാജിക്കിൻ്റെ, ഈ സാത്താനിസത്തിൻ്റെ കരാളഹസ്തങ്ങൾ ലോകത്ത് പടർന്ന് പന്തലിച്ചത്. ദജ്ജാലിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന ജൂതസമൂഹം സാത്താനിസത്തിൻ്റെ ഉപാസകരായി മാറാൻ വെമ്പൽ കൊള്ളുന്ന ഈ സമൂഹം അവരുടെ കൂടപ്പിറപ്പായി അല്ലെങ്കിൽ അവരുടെ ഉറ്റ തോഴനായി കൊണ്ടു നടന്ന വ്യക്തിയാണ് ജെഫ്രി എഫ്റ്റിൻ എന്ന് പറയുന്നത്. അദ്ദേഹം കാണിച്ചുകൂട്ടിയ വൃത്തികേടുകൾ, വൈകൃതങ്ങൾ ഒരു പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ പരസ്യമായി പറയാൻ പറ്റാത്ത അത്രയും മോശമായ കാര്യങ്ങളിലൂടെയാണ് അദ്ദേഹം സാത്താൻ സേവ നടത്തിയത്. വിശുദ്ധമായ ഖുർആൻ പറയുന്നു, വത്തബഉ മാ തത്ലു ശയാത്തീൻ, ശൈത്താൻ ഓതിക്കൊടുത്ത കാര്യങ്ങൾ അവർ പിൻപറ്റി. അലാ മുൽക്കി സുലൈമാൻ, സുലൈമാൻ നബി അലൈഹിസ്സലാമയുടെ ഭരണകാലഘട്ടത്തിൽ. വമാ കഫറ സുലൈമാൻ, സുലൈമാൻ നബി അലൈഹിസ്സലാം ഒരു അവിശ്വാസിയായിരുന്നില്ല. വലാകിന്ന ശയാത്തീന കഫറു, അവിടെ ശൈത്താൻ അവിശ്വാസ്യം കാണിച്ചു, നന്ദികേട് കാണിച്ചു. യുഅല്ലിമൂന الناس السحر, ഈ ശൈത്താൻ ജനങ്ങൾക്ക് മാരണം പഠിപ്പിച്ചു കൊടുത്തു. വമാ ഉൻസില അലൽ മലക്കൈനി ബിബാബില ഹാറൂത്ത് വമാറൂത്ത്, ബാബിലോണിൽ തടങ്കലിലാക്കപ്പെട്ട ഹാറൂത്ത് മാറൂത്ത് എന്ന രണ്ട് മലക്കുകളിലൂടെ ജനങ്ങളിലേക്ക് പകർന്നു നൽകപ്പെട്ട, ജനങ്ങൾക്ക് പഠിപ്പിക്കപ്പെട്ട മാരണത്തിൻ്റെ, സിഹറിൻ്റെ പാഠങ്ങൾ ഈ ശൈത്താൻ പിൽക്കാല ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. വമാ യുഅല്ലിമാനി മിൻ അഹദിൻ, ഈ ഹാറൂത്ത് മാറൂത്ത് എന്ന് പറയുന്ന രണ്ട് മലക്കുകളാണ്. അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബാബിലോൺ എന്ന് പറയുന്ന സ്ഥലത്ത്, പ്രത്യേകമായ സ്ഥലത്ത് അവരെ ബന്ധിച്ചിരിക്കുകയാണ്. എന്തിനാണ് ഇവരെ അല്ലാഹു ഭൂമിയിലേക്ക് അയച്ചത്? ജനങ്ങൾക്ക് ഈ ബ്ലാക്ക് മാജിക് പോലെയുള്ള സിഹറിൻ്റെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നതിന് തന്നെയാണ്.
എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല 2 മലക്കുകളിലൂടെ ഈ സിഹറിനെ, ബ്ലാക്ക് മാജിക്കിനെ ലോകത്ത് പ്രചരിപ്പിച്ചത്? അവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്, സാത്താനിസത്തിനെ ഈ ലോകത്ത് നിലനിർത്തുകയും അതുപോലെ തന്നെ ഈമാനിനെയും ഇസ്ലാമിനെയും വിശ്വാസത്തെയും തൗഹീദിനെയും ഈ ലോകത്ത് നിലനിർത്തുകയും ചെയ്യുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ യുക്തിയാണ്. ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യൻ യഥാർത്ഥ മുസ്ലിമായി മുഅ്മിനായി ജീവിക്കുമോ, അതല്ല സാത്താനിസത്തിൻ്റെ പ്രലോഭനങ്ങളിൽപ്പെട്ട് അതിൻ്റെ പിന്നാലെ പോകുമോ എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 2 മലക്കുകളിലൂടെ, സാഹിര്യങ്ങളായ 2 മലക്കുകളിലൂടെ ഈ സിഹർ ലോകത്ത് പ്രചരിപ്പിച്ചത്. ഇതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചത് അമ്പിയാക്കളിലൂടെ പ്രകടമാകുന്ന മുഅ്ജിസത്തിൻ്റെ മഹത്വവും ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന കറാമത്തിൻ്റെ മഹത്വവും അതുപോലെ ഈ ബ്ലാക്ക് മാജിക്കിലൂടെ സാത്താനിസത്തിലൂടെ വരുന്ന ശൈത്താനിയത്തിൻ്റെ സിഹിറിൻ്റെ മാസ്മരികതയുടെ വ്യത്യാസവും ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ 2 മലക്കുകളിലൂടെ സിഹറിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ നിലനിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിഹർ എന്നത് യാഥാർത്ഥ്യമാണ്, ഈ ബ്ലാക്ക് മാജിക് യാഥാർത്ഥ്യമാണ്. പക്ഷേ അതിനെയെല്ലാം അതിജീവിക്കാൻ കഴിയുന്നതാണ് ഔലിയാക്കൾക്കുള്ള കറാമത്തുകളും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തും. മുഅ്ജിസത്തിൽ നിന്ന് ഏറ്റവും പ്രധാനമായി ഇന്നും നിലനിൽക്കുന്ന വിശുദ്ധമായ ഖുർആൻ കൊണ്ട് ഏത് സാത്താനിസത്തെയും, ഏത് ബ്ലാക്ക് മാജിക്കിനെയും, ഏത് സിഹറിനെയും നമുക്ക് ബാത്തിലാക്കാൻ കഴിയും. അവസാന സൂറത്തായ സൂറത്തുൻ നാസിലൂടെ തന്നെ ഈ ബ്ലാക്ക് മാജിക്കിൻ്റെ, സിഹറിൻ്റെ, സാത്താനിസത്തിൻ്റെ എല്ലാ സാധ്യതകളെയും അവസാനിപ്പിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നു, ഖുൽ നബിയെ അങ്ങ് പറയണം, അഊദു ബി റബ്ബിന്നാസ്, മനുഷ്യരുടെ റബ്ബിനോട് ഞാൻ കാവൽ തേടുന്നു, മലിക്കിന്നാസ്, ജനങ്ങളുടെ രാജാവായ, ഇലാഹിന്നാസ്, ജനങ്ങളുടെ ആരാധ്യനായ, മിൻ ഷർരിൽ വസ്വാസിൽ ഖന്നാസ്, മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ദുർബോധനം നടത്തി സാത്താനിസത്തിൻ്റെ ചിന്തകൾ മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്കിട്ട്, ദുർവിചാരങ്ങളും ചിന്തകളും മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്കിട്ട് മനുഷ്യനെ വഴിപിഴപ്പിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം വഴിപിഴപ്പിച്ച് അതിനുശേഷം പിൻവാങ്ങിക്കളയുന്ന ഈ പൈശാചികതയുടെ ദുർബോധനങ്ങളിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് കാവൽ തേടുന്നു എന്ന് നബിയെ അങ്ങ് പറയണം. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്, അത് ആ ശൈത്താൻ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ദുർബോധനമുണ്ടാക്കും. മിനൽ ജിന്നത്തി വന്നാസ്, ആ ശൈത്താൻ മനുഷ്യരിൽ നിന്നുള്ളവരുമുണ്ട്, ശൈത്താൻ ജിന്നുകളിൽ നിന്നുള്ള ശൈത്താനുമുണ്ട്. അപ്പോൾ ഇല്ലുമിനാറ്റിയുടെ, ബ്ലാക്ക് മാജിക്കിൻ്റെ, സാത്താനിസത്തിൻ്റെ ഹസ്തങ്ങളെന്ന് പറയുന്നത് മനുഷ്യ ശൃംഖലയിലൂടെയും ജിന്ന് വിഭാഗത്തിലൂടെയും ലോകത്ത് പ്രചരിച്ചുകൊണ്ടേയിരിക്കും. ഇത് അവസാനിക്കുകയില്ല. ഇതിൻ്റെ അവസാനം മഹാനായ ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ദജ്ജാലിനെ വധിച്ചുകൊണ്ട് ഈ ലോകത്ത് സമാധാനം സ്ഥാപിക്കുന്ന ഒരു കാലഘട്ടം വരെയും ഈ ബ്ലാക്ക് മാജിക്കിൻ്റെ, ഇല്ലുമിനാറ്റിയുടെ ലോകം നിലനിൽക്കുക തന്നെ ചെയ്യും. അതിൻ്റെ കരാളഹസ്തങ്ങൾ എല്ലാ ഭരണാധികാരികളുടെ ഭരണസിര കേന്ദ്രങ്ങളിലേക്ക് തിരിയുകയും നീളുകയും ചെയ്യും. അതിൻ്റെ കരാളഹസ്തങ്ങളിൽ നിന്ന് ഒരു സമ്പന്നനും രക്ഷപ്പെടാൻ കഴിയുകയില്ല, അള്ളാഹു തൗഫീഖ് നൽകിയവർക്കൊഴികെ. അള്ളാഹു നമ്മെ സംരക്ഷിക്കുമാറാകട്ടെ.